അല്ലെങ്കിൽ ദാനം നൽകുന്നതിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യത്വം എന്ന സംഭവമാണ്. മനുഷ്യനായി ജനിച്ചാൽ മാത്രം പോരാ, മനുഷ്യത്വമുള്ളവനായി മാറണം എന്ന് ഈ പ്രപഞ്ചം നമ്മളെ പലപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. നീ പഠിച്ചില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുന്നവരാകണം യഥാർത്ഥ മനുഷ്യരെന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കണം. ഇനി എന്താണ് ചാരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള അധികമുള്ളത് നൽകുന്നത് മാത്രമല്ല ചാരിറ്റി എന്ന് പറയുന്നത്. ഒരാൾക്ക് നൽകുന്ന ഒരു പുഞ്ചിരിയാകാം ഒരു ചാരിറ്റിയാണ്, കരുതലാവാം അതൊരു ചാരിറ്റിയാണ്, സ്വാന്തനമാവാം അതൊരു ചാരിറ്റിയാണ്. ഇവയെല്ലാം വലിയ വില നൽകുന്ന ദാനമാണ് ആക്ച്വലി. ഇപ്പോൾ പൊതുവേ നമ്മൾ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു കാര്യമാണ്, ചാരിറ്റി എന്ന് പറയുന്നത് പണം കൊടുക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, കയ്യിൽ എന്തെങ്കിലും അധികമായിട്ടുണ്ടോ, എന്തിനാണ് വെച്ചിരിക്കുന്നത്, ആർക്കെങ്കിലും എടുത്ത് കൊടുക്കാം. അത് മാത്രമല്ല ചാരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിന് ചാരിറ്റി ചെയ്യണം, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതെന്ന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാരണങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റും. ആദ്യത്തെ കാരണം സാമൂഹികമായിട്ടുള്ള ഒരു കടമ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാണ് ആക്ച്വലി. അത് തിരിച്ചു നൽകാനായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നു, സാമൂഹികമായിട്ടുള്ള കടമയെക്കുറിച്ചാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. അതിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങൾ സമൂഹത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് തിരിച്ചു നൽകാനായിട്ടുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. രണ്ടാമത്തെ പോയിന്റാണ് ആത്മീയമായിട്ടുള്ള സംതൃപ്തി. എല്ലാ മതങ്ങളും ദർശനങ്ങളും ദാനത്തെ ഏറ്റവും വലിയ പുണ്യമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഏത് പാത്തിലാണ് യാത്ര ചെയ്യുന്നത്, ആ പാത്തിലും പറയുന്നുണ്ട് എങ്ങനെയാ ദാനത്തെക്കുറിച്ചുള്ള ആ ഒരു വലിയ പുണ്യമായിട്ട് കാണുന്നുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. രണ്ടാമത്തെ പോയിന്റാണ് പറഞ്ഞത് ആത്മീയമായിട്ടുള്ള ഒരു സംതൃപ്തി. മൂന്നാമത്തെ പോയിന്റാണ് പറയുന്നത് തുല്യത ഉറപ്പാക്കാനായിട്ട്. സമ്പത്ത് ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് ഒഴുകാനായിട്ട് ചാരിറ്റി സഹായിക്കുന്നുണ്ട്. തുല്യത ഉറപ്പാക്കാനാണ്. എങ്ങനെയാണ് സമ്പത്ത് ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ സമൂഹത്തിന്റെ താഴെ തട്ടിലേക്കും ആ ഒരു സമ്പത്ത് ഒഴുകാനായിട്ട് ചാരിറ്റി ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട് എന്ന്. അപ്പൊ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടായി എന്തിന് ചാരിറ്റി ചെയ്യണമെന്ന്. ഇനി നമ്മൾ നോക്കണത് ചാരിറ്റി കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചാരിറ്റി കൊണ്ടുള്ള ഗുണങ്ങൾ, സഹായം സ്വീകരിക്കുന്ന ആളെക്കാൾ കൂടുതൽ ഗുണം ലഭിക്കുന്നത് നൽകുന്ന ആ ആൾക്കാണ്. അപ്പൊ നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ ആ സഹായം സ്വീകരിക്കുന്ന ആളെക്കാളും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്നത് സഹായം നൽകുന്ന ആൾക്കാണ്. എങ്ങനെയൊക്കെ നമ്മൾ നോക്കാം. അവിടെ നമുക്ക് പ്രധാനമായിട്ട് 4 തരംതിരിക്കാൻ പറ്റും, അല്ലെ 4 വ്യക്തമായിട്ടുള്ള പോയിന്റുകൾ കാണിക്കാൻ പറ്റും. ഒന്ന്, മാനസികമായിട്ടുള്ള സന്തോഷം. നിങ്ങൾ ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സന്തോഷം ലഭിക്കും. എങ്ങനെ? നിങ്ങൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞ് അവരുടെ കണ്ണുകളിൽ നിങ്ങൾ കാണുന്ന തിളക്കം ചെയ്യുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു സഹായം ചെയ്തു കഴിയുമ്പോൾ ഈ സഹായം സ്വീകരിക്കുന്ന ആളുടെ കണ്ണിലുള്ള തിളക്കം നൽകുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് എത്ര കോടികൾ കൊടുത്താലും നമുക്കത് കിട്ടത്തില്ല. അല്ലെങ്കിൽ എത്ര കോടികൾ നമ്മളുടെ കയ്യിലേക്ക് വന്നാലും മറ്റുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൽ തിളങ്ങുന്ന തിളക്കത്തിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല. അത് അത്രയും ഹാപ്പിനെസ് നമുക്ക് തരും. അത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ധാരാളമായിട്ട് സഹായിക്കും. നമ്മളെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയാനായിട്ട് സഹായിക്കുമ്പോൾ സഹായം സ്വീകരിക്കുന്ന ആളുടെ കണ്ണിൽ ഉള്ള ആ തിളക്കം നമുക്ക് കാണുമ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ വിനയവും നന്ദിയും. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളെ ഓർത്ത് പരാതിപ്പെടുന്നത് നമ്മളങ്ങ് നിർത്തും. മറ്റുള്ളവരെ സഹായിക്കുമ്പോഴേ എന്താ സംഭവിക്കുന്നത്, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെ കാണുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളെ ഓർത്ത് പരാതിപ്പെടുന്നത് അങ്ങ് നിർത്തും. എന്നിട്ട് എന്താ നടക്കുന്നത് അവിടെ? ആക്ച്വലി ഉള്ളതിൽ നന്ദി പറയാനായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും. ഇത് ഞാൻ
എന്നാണോ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്, ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ, ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നൗ. എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് മറ്റു ആൾക്കാരുടെ ജീവിത കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയും ഇതെന്താ ഇങ്ങനെ ഈ സെൻറ്റൻസ് പറഞ്ഞതിൻ്റെ ഗുണം എന്താണെന്ന്. അപ്പോൾ വിനയവും നന്ദിയും, അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പുതിയ തലമുറയ്ക്കുള്ള മാതൃക കാണിക്കാൻ പറ്റും നമുക്ക്. നമ്മൾ ചാരിറ്റി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, ആ ഗുണം വളർത്തിയെടുക്കും. ഒരു ദയാലുവായിട്ടുള്ള സമൂഹത്തെ സൃഷ്ടിക്കാനായിട്ട് ഇത് ധാരാളമായിട്ട് സഹായിക്കും. ആദ്യം കാണിക്കേണ്ടത് അച്ഛനും അമ്മയും എന്ത് ചെയ്ത് കൊടുക്കണം, ചാരിറ്റി ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് കുട്ടികൾ അത് ചെയ്യുന്നത്. പുതിയ തലമുറയെ നമുക്ക് സൂപ്പറായിട്ട് വാർത്തെടുക്കാനായിട്ട് സാധിക്കും. നാലാമത്തത് പോയിന്റ് പറയുന്നത് പുണ്യവും അനുഗ്രഹവും. ദാനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത, ആ ദാനം ചെയ്യുന്നവൻ്റെ സമ്പത്തിൽ കുറവുണ്ടാവില്ല എന്ന്, മറിച്ച് അത് ധാരാളമായിട്ട് വർദ്ധിക്കുമെന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ സമ്പദ് സമൃദ്ധി ധാരാളമായിട്ട് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ നടക്കുന്നവരാണ് എന്ന് പറഞ്ഞ് സമ്പദ് സമൃദ്ധി വർദ്ധിക്കണം എന്ന തരത്തിൽ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ട് ദാനം ചെയ്യരുത്, അത് മോശം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം പണവും അനുഗ്രഹവും കിട്ടാൻ വേണ്ടിയിട്ട് ദാനം ചെയ്യരുത്. ബട്ട് ദാനം ചെയ്യുന്നതിലൂടെ പണവും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും പുണ്യവും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, ഇത്രയും പോയിന്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാരിറ്റി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്ലസ് പോയിന്റ്സ് ഉണ്ട്, അതും കൂടെ മനസ്സിലാക്കണം. ഫസ്റ്റ് മെയിൻ പോയിന്റ്, രഹസ്യമായി ചെയ്യുക. ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയരുത് എന്ന തത്വം പാലിക്കണം. എല്ലാ ബേസിക് കോഴ്സിലും ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ ബേസിക് കോഴ്സിലും. കാര്യം എന്താണ് ഇതിന്റെ കാര്യം ചോദിച്ചാൽ, ഈ വാങ്ങുന്നവന്റെ അഭിമാനം ഉണ്ടല്ലോ, ആത്മാഭിമാനം, അത് മുറിവേൽപ്പിക്കാനായിട്ട് അനുവദിക്കരുത്. നമ്മളുടെ ഒരു സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരാളുടെ ഞാൻ ഇന്ന ആളെ സഹായിച്ചു നമ്മളങ്ങ് വീഡിയോ പോസ്റ്റ് ചെയ്ത് അങ്ങ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് അറിയില്ല അത് കാര്യം, അവൻ അവിടെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള പേഴ്സണാണ്. കാരണം ഇന്ന ആൾ എന്നെ ഹെൽപ്പ് ചെയ്തു, സഹായിച്ചു, അപ്പോൾ ആ വ്യക്തി വീഡിയോ എടുത്തിടരുത് എന്ന് പറയാനായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് സഹായം തന്ന ഒരാളല്ലേ, അപ്പോൾ നോ പറയേണ്ട ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കരുത്. രഹസ്യമായിട്ട് ചെയ്യുക. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയണ്ട, ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയണ്ട. ഞാൻ പറഞ്ഞു, ഇത് ആരെയും ബോധിപ്പിക്കാനോ ആരെയും കാണിക്കാനോ ഒന്നുമില്ല. നമ്മൾ സമൂഹത്തിൽ പല കാര്യങ്ങളും നമ്മൾ അത് സ്വീകരിച്ച് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ്. തിരിച്ച് സമൂഹത്തിൽ തന്നെ നല്ല കാര്യങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മൾ കൊടുക്കണം. രണ്ടാമത്തെ മെയിൻ പോയിന്റ് പറയുന്നു സത്യസന്ധത. അവിടെ നോക്കേണ്ട ഒരു കാര്യമാണ്, അർഹതപ്പെട്ട ആൾക്കാരെ തന്നെ സഹായിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ആരെങ്കിലും വെറുതെ സഹായിക്കുക എന്നതല്ല, തികച്ചും അർഹതപ്പെട്ട ആൾക്കാരാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് വെച്ചാൽ പണമല്ല പ്രധാനം. ഓക്കെ, നിങ്ങൾക്ക് പണമില്ലെങ്കിലും നിങ്ങളുടെ സമയം നൽകാം, നിങ്ങളുടെ അറിവ് നൽകാം, നിങ്ങൾക്ക് രക്തം ദാനം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന വാക്ക് പറയാം. ഇതെല്ലാം ദാനത്തിന് തുല്യമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ സമയം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, അവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ പിന്നെ ഇതിനപ്പുറം എന്ത് ചാരിറ്റിയാണ് ചെയ്യണ്ടേ? അതൊരു വലിയ ചാരിറ്റിയാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം വൈൻഡപ്പ് ചെയ്യുന്നു. വളരെ ചെറിയ ടോപ്പിക്കാണ്, ബട്ട് ആഴമേറിയ ടോപ്പിക്കാണ്. വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ല. കൊണ്ട് കണ്ണും കാതും എല്ലാം തുറന്നു കേൾക്കുക ഒരു കാര്യം. ഈ ലോകത്ത് നിന്ന് നമ്മൾ പോകുമ്പം കൊണ്ടുപോകുന്നത് നമ്മൾ നേടിയ സമ്പത്തൊന്നും നമ്മൾ കൊണ്ടുപോകില്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഓർമ്മകൾ മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ എത്ര സമ്പത്തുണ്ടാക്കിയാലും, എത്ര വസ്തുക്കൾ വാങ്ങിച്ചിട്ടാലും, എത്ര വാഹനങ്ങൾ വാങ്ങിച്ചിട്ടാലും അതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. പക്ഷേ മറിച്ച് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ള ആ മൊമെന്റ്, ആ നല്ല നിമിഷങ്ങൾ നമ്മൾ കൊണ്ടുപോകും. സോ അപ്പോൾ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്യുമെന്ന്. എൻ്റെ പവർഫുള്ളായിട്ടുള്ള ബേസിക് കോഴ്സ് സ്റ്റുഡൻസ് അത് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് 1 പൊതിച്ചോറ് മുതൽ 3 പൊതിച്ചോറ് വരെ കൊടുക്കുന്ന പ്രോസസ്സ്
കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ ഒരു കോഴ്സിലൂടെ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു? മ്യൂട്ട് മാറ്റി പറയാം. യെസ്, സാർ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട് സർ സർ. സർ ചെയ്യുന്നുണ്ട്. സൂപ്പർ. ഇനിയും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇപ്പം ആരംഭിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആ ഒരു കാര്യത്തിൽ ആഹ്വാനം എടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ വലിയ കാര്യങ്ങളല്ലേലും ചെറിയ രീതിയിലെങ്കിലും ഒരാളെ സഹായിക്കാൻ തീരുമാനിക്കുക. ഓക്കെ, അത് പ്രതിജ്ഞയായിട്ട് എടുക്കുക, തീരുമാനിക്കുക. വിശക്കുന്ന ഒരാൾക്ക് ഒരു പൊതിച്ചോറ് നൽകാം, അത് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പഠിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പേന മേടിച്ചു കൊടുക്കാം, അതും ഒരു സഹായമാണ്. നിങ്ങൾ ആ കുട്ടിയുടെ എല്ലാ പഠനവും എടുത്ത് ഭാരമായിട്ട് എടുക്കണ്ട. നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടാവും, മേ ബി. പഠനോപകരണങ്ങൾ കൊടുക്കാം. ഇപ്പോൾ കൊടുക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഐ റിയലി അപ്രീഷിയേറ്റ് യു. കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. തമ്പുരാൻ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൊടുക്കത്തുള്ള സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറയുന്നു. നിങ്ങൾ ലോകത്തിനൊരു വെളിച്ചമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾ ലോകത്തിനൊരു വെളിച്ചമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു മെഴുകുതിരി തെളിയിക്കണം. അപ്പോഴേ ലോകത്തിനൊരു വെളിച്ചമാകാൻ പറ്റത്തുള്ളൂ. മറ്റു വ്യക്തികളുടെ ജീവിതത്തിൽ മെഴുകുതിരി തെളിയിക്കുക. അപ്പോൾ അവിടെ ഒരു വലിയ പ്രകാശ ഗോളമായിട്ട് മാറും. പിന്നെ പെട്ടെന്നായിരിക്കും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ മറ്റ് മനോഹരമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ആൾക്കാർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം അവർ അറിയട്ടെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതെന്താണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ സംസാരിച്ച ടോപ്പിക്ക് ബേസ് ചെയ്ത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് നിങ്ങൾക്ക് കിട്ടിയ ഒരു സംഭവം എന്താണ്, അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാവട്ടെ. ഗോഡ് ബ്ലെസ്.